ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് 7 പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. കുന്നുകുളം തൃശൂർ റോഡിൽ ഗെയിൽ പൈപ്പ് ലൈൻ പൊട്ടി പാചകവാതകം ചോർന്നു. റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി JCB ഉപയോഗിച്ച് മണ്ണ് മാന്തുന്നതിനിടയിലാണ് പൈപ്പ് പൊട്ടി പാചകവാതകം ചോർന്നത്. മറ്റത്തൂർ പഞ്ചായത്തിലെ BJP കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടിൽ പ്രതിഷേധം. DYFI മറ്റത്തൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഗുരുവായൂർ കോട്ടപ്പടിയിൽ ആൾതാമസമില്ലാത്ത വീട് കുത്തി തുറന്ന് സ്വർണവും പണവും കവർന്നു. മാള കോട്ടയ്ക്കൽ കപ്പേളകളിൽ മോഷണം. കയ്പമംഗലത്ത് നിന്നും കാണാതായ 4 മത്സ്യത്തൊഴിലാളികൾ സുരക്ഷിതർ. വള്ളത്തിലുള്ളവർ കരയിലുള്ളവരെ ഫോണിൽ വിളിച്ചതായി മത്സ്യത്തൊഴിലാളികൾ. വിശദാംശങ്ങളിലേക്ക്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ 7 പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളി. 2001-നും 2011-നും ഇടയിൽ കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡിൽ അംഗങ്ങളായിരുന്നവരാണ് സുപ്രീംകോടതിയെ മുൻകൂർ ജാമ്യത്തിനായി സമീപിച്ചിരുന്നത്. ജസ്റ്റിസ് അമാനുള്ള അധ്യക്ഷനായ ബെഞ്ചാണ് ജാമ്യം നിഷേധിച്ചത്. തങ്ങളുടെ കാലയളവിൽ നിക്ഷേപകർക്ക് യാതൊരു തരത്തിലുള്ള സാമ്പത്തിക നഷ്ടവും ഉണ്ടായിട്ടില്ല, നയപരമായ കാര്യങ്ങളിൽ ഇടപെടൽ നടത്തിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നത്. എന്നാൽ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിക്കാൻ ആവില്ലെന്നായിരുന്നു കോടതി നിരീക്ഷണം. ഹർജിക്കാരുടെ പങ്ക് സംബന്ധിച്ച വിവരങ്ങൾ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. കുന്നുകുളം തൃശൂർ റോഡിൽ ഗെയിൽ പൈപ്പ് ലൈൻ പൊട്ടി പാചകവാതകം ചോർന്നു. ഞായറാഴ്ച രാത്രി 1 മണിയോടെയായിരുന്നു സംഭവം. റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി JCB ഉപയോഗിച്ച് മണ്ണ് മാന്തുന്നതിനിടയിലാണ് പൈപ്പ് പൊട്ടി പാചകവാതകം ചോർന്നത്. ശബ്ദം ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസി നോക്കിയപ്പോഴാണ് പാചകവാതകം ചോരുന്നത് കണ്ടത്. തുടർന്ന് കുന്നുകുളം അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ, കുന്നുകുളം പോലീസ് എന്നിവർ സ്ഥലത്തെത്തി ഗെയിൽ ജീവനക്കാരെ വിവരം അറിയിക്കുകയും കരാർ ജീവനക്കാർ സ്ഥലത്തെത്തി 1 മണിക്കൂറിന് ശേഷം പാചകവാതക ചോർച്ച നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു. ചൊവ്വന്നൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസം വൻതോതിൽ ഗ്യാസിന്റെ ഗന്ധം ഉയർന്നതിനെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും തുടർന്ന് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വൈദ്യുത ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ച് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. സുരക്ഷാ മുൻകരുതലുകളുടെ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും ഇതുവരെയും നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് ആക്ഷേപവുമുണ്ട്. മറ്റത്തൂർ പഞ്ചായത്തിലെ BJP കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടിൽ പ്രതിഷേധിച്ച് DYFI മറ്റത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി. കോടാലിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിനു സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. തുടർന്ന് നടത്തിയ പ്രതിഷേധ യോഗം DYFI സംസ്ഥാന പ്രസിഡന്റ് B. വസീഫ് ഉദ്ഘാടനം ചെയ്തു. DYFI കൊടകര മേഖലാ സെക്രട്ടറി PD. നെൽസൺ അധ്യക്ഷത വഹിച്ചു. DYFI തൃശൂർ ജില്ലാ സെക്രട്ടറി റോസൽ രാജ്, CPM ഏരിയ കമ്മിറ്റി അംഗം MR രഞ്ജിത്ത്, DYFI മറ്റത്തൂർ മേഖലാ സെക്രട്ടറി CK ശ്രീജിത്ത്, നേതാക്കളായ PC ഉമേഷ്, PS പ്രശാന്ത്, PK രാജൻ എന്നിവർ സംസാരിച്ചു. പുറത്തുനിർത്തുന്നവരുടെ നാടാണ് കേരളം എന്നുള്ളത് തന്നെയാണ്. ഗുരുവായൂർ കോട്ടപ്പടിയിൽ ആൾതാമസമില്ലാത്ത വീട് കുത്തി തുറന്ന് സ്വർണവും പണവും കവർന്നു. പിള്ളക്കാട് റോഡിൽ പീരിയടത്ത് അഷ്റഫിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. അഷ്റഫും കുടുംബവും 10 ദിവസം മുൻപ് വിദേശത്തേക്ക് പോയതിനാൽ വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം മേഖലയിൽ 2 വീടുകളിൽ മോഷണ ശ്രമം നടന്നത് അറിഞ്ഞ് അഷ്റഫ് അയൽവാസിയോട് വീട് ശ്രദ്ധിക്കാൻ പറഞ്ഞിരുന്നു. തുടർന്ന് രാവിലെ അയൽവാസികൾ എത്തിയപ്പോഴാണ് വീടിന് പുറകിലെ വാതിൽ തകർത്തതായി കണ്ടത്. അലമാരിയിലെ സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലും അരപ്പവൻ മോതിരവും 6000 രൂപയും മോഷ്ടിച്ച നിലയിലുമാണ് കണ്ടത്. ഗുരുവായൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു.
മാള കോട്ടയ്ക്കൽ സെന്റ് തെരേസാസ് ആശ്രമം പള്ളിയുടെ ഭാഗമായ 2 കപ്പേളകളിൽ മോഷണം. നേർച്ചപ്പെട്ടി കുത്തിത്തുറന്നാണ് മോഷണം നടത്തിയിട്ടുള്ളത്. ഒരു കപ്പേളയുടെ വാതിൽ കുത്തിപ്പൊളിച്ചാണ് അകത്ത് കടന്നത്. ഇതിന്റെ ഉള്ളിൽ നിന്ന് വാതിൽ കുത്തിപ്പൊളിക്കാൻ ഉപയോഗിച്ച ആയുധം ലഭിച്ചിട്ടുണ്ട്. താഴെ തകർത്താണ് മോഷണം നടത്തിയിട്ടുള്ളത്. മാള പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കയ്പമംഗലം വഞ്ചിപ്പുരയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയി കാണാതായ 4 മത്സ്യത്തൊഴിലാളികളും സുരക്ഷിതരായി ചാവക്കാട് ബീച്ചിലെത്തി. മതിലകം കൂളിമുട്ടം സ്വദേശി ജ്യോതി, കയ്പമംഗലം സ്വദേശി മുകേഷ് എന്ന സുനിൽ, പെരിഞ്ഞനം സ്വദേശികളായ ഉണ്ണി, സുനി എന്നിവരാണ് തിങ്കളാഴ്ച ഉച്ചയോടെ ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ എത്തിയത്. ഞായറാഴ്ച രാത്രി കയ്പമംഗലം വഞ്ചിപ്പുര ബീച്ചിന് തെക്ക് ഭാഗത്തു നിന്നും ഇവർ മത്സ്യബന്ധനത്തിന് പോയ പിള്ളേർ എന്ന വള്ളം കാണാതായിരുന്നു. അഴീക്കോട് ഫിഷറീസ്, അഴീക്കോട് തീരദേശ പോലീസ് എന്നിവയുടെ നേതൃത്വത്തിലാണ് തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇവർ മറ്റ് മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ ചാവക്കാട് ബീച്ചിൽ എത്തിയത്. അന്തർജില്ലാ മോഷണ സംഘത്തെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ സ്വദേശി നികത്തർ വീട്ടിൽ അജയ്, സഹോദരൻ സൂര്യജിത്ത് എന്നിവരെയും പ്രായപൂർത്തിയാകാത്ത 3 പേരെയുമാണ് കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. എടത്തിരുത്തി കാക്കതുരുത്തിയിൽ പലചരക്ക് കടയിൽ നിന്ന് 50,000 രൂപ മോഷ്ടിച്ച കേസിലാണ് പ്രതികൾ പിടിയിലായത്. നിരന്തരം തങ്ങളെ അവഗണിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് മാടമ്പി നയങ്ങളിൽ പ്രതിഷേധിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് തിരിച്ചടി നൽകുമെന്ന് ചാലക്കുടിയിലെ UDF ഘടകകക്ഷി നേതാക്കൾ. തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഘടകകക്ഷികളെ ചർച്ചയ്ക്ക് പോലും കോൺഗ്രസ് നേതാക്കൾ വിളിക്കുന്നില്ലെന്ന് ചാലക്കുടിയിലെ UDF നേതാക്കൾ ആരോപിച്ചു. UDFന്റെ ചെയർമാനും കൺവീനർമാരും എല്ലാം കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. ഇക്കാരണത്താൽ മുന്നണി യോഗത്തിൽ പരാതികൾ ഉന്നയിക്കാനും കഴിയുന്നില്ലെന്ന് ഘടകകക്ഷി നേതാക്കൾ ചൂണ്ടിക്കാട്ടി. 2020-ലും 2025-ലും നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ പ്രവർത്തന രീതി ഇത്തരത്തിലായിരുന്നു. സംസ്ഥാനത്ത് മറ്റൊരിടത്തും ഇത്തരത്തിലുള്ള ഏകാധിപത്യ പ്രവണതയില്ല. തൃശൂർ ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഘടകകക്ഷികൾക്ക് അർഹമായ പരിഗണന നൽകിയിട്ടും ചാലക്കുടിയിൽ മാത്രം നീതി നിഷേധിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ചവർ UDFന്റെ കെട്ടുറപ്പിനെ തകർക്കുകയാണ്. ചാലക്കുടി UDFൽ ജനാധിപത്യം ഏകാധിപത്യത്തിന് വഴിമാറിയിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഗരസഭയിലെ ആര്യൻകാല വാർഡിൽ മാത്രമാണ് മുസ്ലിം ലീഗിന് 1 സീറ്റ് നൽകിയത്. മറ്റു ഘടകകക്ഷികളെ പരിഗണിച്ചില്ല. ആര്യൻകാലയിലാകട്ടെ കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയോടെ ഒരു നഗരസഭാ കൌൺസിലർ മത്സരിക്കുകയും ചെയ്തു. കോൺഗ്രസിന്റെ മാടമ്പിത്തരമാണ് ചാലക്കുടി മണ്ഡലത്തിലാകെ പ്രകടമാകുന്നത്. UDF എന്ന പേരിന് പോലും ചാലക്കുടിയിൽ പ്രസക്തിയില്ല. പ്രതിഷേധ സൂചകമായി UDFുമായി സഹകരിക്കുന്നില്ലെന്നും ഉചിതമായ സമയത്ത് ബദൽ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഘടകകക്ഷി നേതാക്കൾ അറിയിച്ചു. കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോൺ മുണ്ടൻമാണി, കേരള കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സിബി വട്ടലായി, ഫോർവേഡ് ബ്ലോക്ക് പ്രതിനിധി ഫ്രാൻസിസ് പിൻ ഹീറോ, RSP പ്രതിനിധി വർഗീസ് കണ്ടംകുളത്തി, CMP ഭാരവാഹി AK ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, ചാലക്കുടി. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ 7th ആനിവേഴ്സറി പ്രമാണിച്ച് ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ തൃശൂരിൽ വീണ്ടും ഓഫറുകളുടെ പൂരം കൊടിയേറുന്നു. 30 ദിവസം 0% പണിക്കൂലിയിൽ സ്വർണം വാങ്ങുവാനുള്ള സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് 1% നൽകി അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുവാനുള്ള സൗകര്യം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പിള്ളേർ താലപ്പൊലി ആഘോഷിച്ചു. താലപ്പൊലി സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ആഘോഷത്തിൽ പങ്കെടുത്ത് ആയിരങ്ങളാണ് ഭഗവതിയുടെ അനുഗ്രഹം നേടിയത്. പുറത്തേക്ക് എഴുന്നള്ളിപ്പിൽ കൊമ്പൻ ഇന്ദ്രസൻ ഭഗവതിയുടെ തിടമ്പേറ്റി. ചോറ്റാനിക്കര വിജയൻ, വൈക്കം ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അകമ്പടിയായി. പെരുവനം സതീശൻ മാരാരുടെ നേതൃത്വത്തിൽ മേളത്തിന്റെ അകമ്പടിയോടെയായിരുന്നു തിരിച്ചെഴുന്നള്ളിപ്പ്. താലപ്പൊലിയോടനുബന്ധിച്ച് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികളും അരങ്ങേറി. ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ
OB അരുൺകുമാർ, ക്ഷേത്രം DA പ്രമോദ് കളരിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മുണ്ടൂരിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന കാർ വൈദ്യുതി പോസ്റ്റിലും വീട്ടുമതിലുകളിലും ഇടിച്ച് അപകടത്തിൽ ആർക്കും പരിക്കില്ല. കർണാടക സ്വദേശികളായ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. മുണ്ടൂർ കൊട്ടേക്കാട് റോഡിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിലെ വൈദ്യുതി തൂണിലിടിച്ച വാഹനം നീലങ്കാവിൽ ജെൻസന്റെയും എടക്കളത്തൂർ ടീമിൻസിന്റെയും മതിലുകളിൽ ഇടിച്ചു നിന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമായതെന്ന് പ്രാഥമിക നിഗമനം. ഉപയോഗശൂന്യമായ പെട്ടിക്കടയും ഷെഡും മാള വലിയപറമ്പ് ജംഗ്ഷൻ വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു. ഇവ നീക്കം ചെയ്യണമെന്ന ആവശ്യം വർഷങ്ങളായി ഉന്നയിച്ച കുരുവിലശ്ശേരി ഗ്രാമീണ വായനശാലയുടെ സെക്രട്ടറി മാള പഞ്ചായത്ത് പ്രസിഡന്റായപ്പോൾ വീണ്ടും പ്രതീക്ഷകൾ ഉയരുകയാണ്. ഈ ആവശ്യം ഉന്നയിച്ച് 2 വർഷം മുൻപ് മാള പഞ്ചായത്ത് ഭരണസമിതിക്ക് കത്ത് നൽകിയ വായനശാലയുടെ സെക്രട്ടറി PK രാധാകൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റായ സാഹചര്യത്തിൽ വിഷയം വീണ്ടും ചർച്ചയായി. പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലത്ത് 20 വർഷമായി ഉപയോഗശൂന്യമായി കിടക്കുന്ന പെട്ടിക്കടയുടെ മേൽക്കൂര തകർന്ന നിലയിലാണ്. 4 റോഡുകൾ ചേരുന്ന ഭാഗത്ത് കാഴ്ച മറയ്ക്കുന്ന നിലയിലാണ് പെട്ടിക്കടയും ഷെഡുമുള്ളത്. ഇതിനോട് ചേർന്ന് ഇരുമ്പ് കൊണ്ടുള്ള വൈദ്യുത തൂണും സ്ഥാപിച്ചിട്ടുണ്ട്. കാഴ്ച മറയ്ക്കുന്നതിനൊപ്പം വലിയ പറമ്പ് ജംഗ്ഷൻ വികസനത്തെ തടസ്സപ്പെടുത്തുന്നതാണ് ഇവയെല്ലാം. റോഡിന്റെ വളവിലുള്ള ഇവ അപകട സാധ്യതയും സൃഷ്ടിക്കുന്നു. അംഗപരിമിതനായ ഒരാൾക്ക് വർഷങ്ങൾക്ക് മുൻപ് അനുവദിച്ചിരുന്ന പെട്ടിക്കടയാണ് ഇപ്പോഴും ഇവിടെയുള്ളത്. കടയുടമ മരിച്ച് 2 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ഉപയോഗശൂന്യമായി കിടക്കുന്ന പെട്ടിക്കട നീക്കം ചെയ്യാനായിട്ടില്ല. സ്ഥലം പൊതുമരാമത്തിന്റെയാണെങ്കിലും അപകടാവസ്ഥയും ചൂണ്ടിക്കാട്ടി പഞ്ചായത്തിന് ഇടപെടാമെന്നാണ് നാട്ടുകാർ പറയുന്നത്. TCV ന്യൂസ്, മാള. ചാവക്കാട് സ്റ്റേഷൻ പരിധിയിലെ ഗുണ്ടയെ കാപ്പ നിയമപ്രകാരം തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ജില്ലയിൽ നിന്നും നാടുകടത്തി. മണത്തല ബ്ലാങ്ങാട് ബീച്ച് സ്വദേശി തെരുവത്ത് വീട്ടിൽ ആട് ഷിഹാബ് എന്ന് വിളിക്കുന്ന ഷിഹാബിനെയാണ് 6 മാസത്തേക്ക് നാടുകടത്തിയത്. കഥകളി സംഗീതജ്ഞൻ കലാമണ്ഡലം ഹൈദരാലിയുടെ ഓർമ്മദിനം ആചരിച്ചു. വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പബ്ലിക് ലൈബ്രറിയിൽ നടന്ന സ്മൃതി ചടങ്ങ് കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് V മുരളി അധ്യക്ഷനായിരുന്നു. ഗ്രന്ഥശാല പ്രവർത്തകൻ BA ഷിറാസ്, വൈസ് പ്രസിഡന്റ് ലിസി കോര, PK സുബ്രഹ്മണ്യൻ, MM മഹേഷ്, MK ഉസ്മാൻ, PV രാജു, അനിത ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മുൻമന്ത്രി PP ജോർജിന്റെ 18ാം ചരമവാർഷികം ആചരിച്ചു. പുതുക്കാട് PP ജോർജ് മാസ്റ്റർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ ട്രസ്റ്റ് ചെയർമാൻ സെബി കുടിയൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ PP ചന്ദ്രൻ, KM ബാബുരാജ്, പഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു, സുധൻ കാരയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. വർഷങ്ങളായി കട്ടപ്പുറത്തിരുന്ന മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ബസ് അറ്റകുറ്റപ്പണികൾ ചെയ്ത് നിരത്തിലിറക്കി. ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷനാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് ബസിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയത്. ചാവക്കാട് നഗരസഭാ ചെയർമാൻ AH അക്ബർ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ ബൈജു തെക്കൻ, മുബാറക്, നസീർ, സുരേഷ് പാലക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. വീണ്ടും ഒരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്.
തിരികെ വാർത്തകളിലേക്ക്. പുതുക്കാട് പഞ്ചായത്ത് ഭരണസമിതിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ BJP അംഗങ്ങൾ LDF അംഗത്തിന് വോട്ട് ചെയ്തു. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്ക് തിങ്കളാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിലാണ് BJP അംഗങ്ങൾ CPI അംഗം സുനന്ദ ശശിക്ക് വോട്ട് ചെയ്തത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ വനിതാ അംഗത്തെ തെരഞ്ഞെടുക്കുമ്പോഴാണ് വനിതാ അംഗങ്ങൾ ഉണ്ടായിട്ടും മത്സരിപ്പിക്കാതിരുന്ന BJP ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ പിന്തുണച്ചത്. 4 അംഗങ്ങൾ വീതമുള്ള LDFും BJPയും സുനന്ദ ശശിക്ക് വോട്ട് ചെയ്തിട്ടും 9 അംഗങ്ങളുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി ലിനി ബിജുവാണ് വിജയിച്ചത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്തെ രഹസ്യബന്ധം കൂടുതൽ വ്യക്തമായെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കുടിവെള്ളത്തിനും പാചകത്തിനും ജലനിധി പദ്ധതിയിലൂടെ നൽകി വന്നിരുന്ന വെള്ളത്തിന്റെ നിരക്ക് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് എളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി, കോൺഗ്രസ് നേതാക്കളായ ജിയോ ഫോക്സ്, NK സുലൈമാൻ, സുബിരാജ് തോമസ്, റാഷിദ് എളവള്ളി, TP ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഈ 10 രൂപ വർദ്ധിപ്പിച്ചത് പിൻവലിച്ചില്ലെങ്കിൽ ജലനിധിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ചവക്കാട് ദ്വാരക ബീച്ചിൽ ശക്തമായ കാറ്റിൽ മരം വീണ് 7 വൈദ്യുത പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. വീട്ടുവളപ്പിലെ വലിയ വാഗമരമാണ് റോഡിലേക്ക് വീണത്. ഈ സമയം റോഡിൽ ആരും ഇല്ലാതിരുന്നതിനാൽ അപകടമൊഴിവായി. പ്രദേശത്തെ വൈദ്യുത ബന്ധം താറുമാറായി. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ കമ്പിടി തിരുനാളിന്റെ ഭാഗമായി വാഹന വെഞ്ചിരിപ്പ് നടന്നു. അസിസ്റ്റന്റ് വികാരി ഫാദർ ആൽവിൻ അക്കരപ്പാട്ടിയേക്കൽ വെഞ്ചിരിപ്പ് കർമ്മത്തിന് നേതൃത്വം നൽകി. ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് തിരുനാൾ. വികാരി ഫാദർ ജെയിംസ് വടക്കൂട്ട്, ജനറൽ കൺവീനർ PD ജോസ്, ജോയിന്റ് ജനറൽ കൺവീനർ ആന്റണി ജോസഫ്, പബ്ലിസിറ്റി കൺവീനർ റിജോ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. അന്തിക്കാട് പഞ്ചായത്തിൽ മാലിന്യ ശേഖരണത്തിന് സൈക്കിൾ ഉപയോഗപ്പെടുത്തുകയാണ് ഹരിതകർമ്മ സേനാംഗമായ സജിനി സുനിൽ. പഞ്ചായത്തിലെ 3, 7 വാർഡുകളിലാണ് സജിനിക്ക് ചുമതല. ദുബായിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഭർത്താവ് തറയിൽ വീട്ടിൽ സുനിലാണ് ഭാര്യയ്ക്ക് സർപ്രൈസായി സൈക്കിൾ നാട്ടിലെത്തിച്ചത്. മാലിന്യം ശേഖരിക്കാൻ വീടുകളിലേക്ക് പോകുന്നതിന് പുറമെ സ്വന്തം വീടായ തൃശൂരിനടുത്ത് കണ്ണാപുരത്തേക്കും ഇതേ സൈക്കിളിലാണ് യാത്ര. 3.5 മണിക്കൂർ ചാർജ് ചെയ്താൽ 30 കിലോമീറ്റർ ഓടിക്കാമെന്നതാണ് ആകർഷണം. 1.5 വർഷം മുമ്പ് സൈക്കിളുമായി റോഡിലിറങ്ങിയപ്പോൾ നെറ്റി ചുളിച്ചവരും കളിയാക്കിയവരുമൊക്കെ ഇപ്പോൾ സൈക്കിളിനെ പുകഴ്ത്തി റോഡിലെ കുരുക്കിൽപ്പെടാതെ വേഗമെത്തുന്നതിനെക്കുറിച്ച് വാചാലരാണെന്ന് സജിനി പറയുന്നു. ഞാനിവിടെ അന്തിക്കാട് പഞ്ചായത്തിൽ ഹരിതകർമ്മ സെന്ററിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ വർക്കിന് എനിക്ക് വളരെയധികം ഉപകാരമുള്ളതാണ് ഈ വണ്ടി. അപ്പം ഇത് ഒറ്റ ചാർജിൽ 3.5 മണിക്കൂർ ചാർജ് ചെയ്താൽ 30 കിലോമീറ്റർ കിട്ടും. വീട് വീടാന്തരം കയറി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് സൈക്കിൾ ചെലവ് കുറഞ്ഞതും ഏറ്റവും അനുയോജ്യവുമായ വാഹനമാണെന്നും ഇവർ പറയുന്നു. TCV ന്യൂസ്, തൃശൂർ. വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദിയെ ചിത്രീകരിക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് SNDP പ്രവർത്തകർ ഇരിങ്ങാലക്കുടയിൽ പ്രകടനം നടത്തി. പൂതക്കുളം മൈതാനിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ആൽത്തറയിൽ സമാപിച്ചു. SNDP മുകുന്ദപുരം യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് ചിറാക്കുളം, സെക്രട്ടറി KK ചന്ദ്രൻ, യൂണിയൻ കൌൺസിലർ PK പ്രസന്നൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വടനപ്പള്ളി പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ CPM, കോൺഗ്രസ്, SDPI സഖ്യമെന്ന് BJP. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള വനിതാ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ BJPയെ ഒഴിവാക്കാൻ 3 പാർട്ടികളും ധാരണയുണ്ടാക്കി മത്സരിച്ചതായി BJP ആരോപിക്കുന്നു. ഈ കൂട്ടുകെട്ട് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുവാൻ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് BJP മണലൂർ മണ്ഡലം പ്രസിഡന്റ് KS ധനേഷ് പറഞ്ഞു. ഒരു ധാരണ ഉണ്ടാക്കിയിട്ടാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടത്തിയത്. ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ രഹസ്യമായിട്ടുണ്ടായിരുന്ന കൂട്ടുകെട്ട് ഇന്ന് പരസ്യമായ രീതിയിൽ പുറത്തു വരുന്നതാണ് ഇന്നത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ. ആദ്യം നടന്ന വനിതാ സമ്മേളനത്തിൽ നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ വികസനത്തിൽ SDPയുടെ വനിതയെ 14 പേരും LDFും UDFും SDPയും കൂടി വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയും അതുപോലെ തന്നെ ക്ഷേമത്തിൽ LDFനും അതുപോലെ തന്നെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ UDFിൻ്റെ വനിതയാണ് വിജയിപ്പിച്ചത്.
ജോസഫ് മേരി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജോസഫ് തട്ടകത്ത് അനുസ്മരണവും ആദരണീയവും ഫാദർ പോൾ തോമസ് കളത്തിൽ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക വേദി പ്രസിഡന്റ് ഷാൻഡി ജോസഫ് തട്ടകത്ത് അധ്യക്ഷത വഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഔസേപ്പച്ചൻ ജോസ്, സിൽവി സേവ്യർ, ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കുടിയൻ എന്നിവരെ ആദരിച്ചു. PK അബ്ബാസ്, KC വർഗീസ്, ഡേവിസ് പറയക്കാട്ട്, സിന്ധു പ്രേംലാൽ, അനീഷ ഷിജു തുടങ്ങിയവർ സംസാരിച്ചു. ഹൌസ് പ്ലോട്ടുകൾക്ക് വാഗ്ദാനം ചെയ്ത സൗകര്യങ്ങൾ ഏർപ്പെടുത്തി നൽകിയില്ല എന്നാരോപിച്ച് ഫയൽ ചെയ്ത ഹർജിയിൽ അനുകൂല വിധി. തൃശൂർ കണ്ടച്ചങ്കടവ് സ്വദേശി മൂത്തേടത്ത് വീട്ടിൽ ജോഗേഷ് ഫയൽ ചെയ്ത ഹർജിയിലാണ് എവർവിൻ റിയൽ എസ്റ്റേറ്റ് ഉടമ PS മനോജിനെ എതിരെ തൃശൂർ ഉപഭോക്തൃ കോടതി വിധിയായത്. ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി കോടതിയിൽ ഹാജരായി. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ കമ്പിടി തിരുനാളിന് തുടക്കമായി. തിരുനാളിനോടനുബന്ധിച്ച് വൈദ്യുതി ദീപാലങ്കൃതമായി. മുരളി പെരുന്നെല്ലി MLA ദീപാലങ്കര സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് തിരുനാൾ. വികാരി ഫാദർ ജെയിംസ് വടക്കൂട്ട്, അസിസ്റ്റന്റ് വികാരി ഫാദർ ആൽവിൻ അക്കരപ്പറ്റിയേക്കൽ, എലവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത, തിരുനാൾ ജനറൽ കൺവീനർ PD ജോസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സുരക്ഷാ സംവിധാനം ഒരുക്കാതെ ദേശീയപാതയിലെ ചിറങ്ങര അടിപ്പാത നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ അപകടങ്ങളും പതിവാകുന്നു. അടിപ്പാതയുടെ പാർശ്വഭിത്തിയുടെ സ്ലാബ് ഘടിപ്പിക്കുന്നതിനിടെ കണ്ടെയ്നർ ലോറി തട്ടി തൊഴിലാളി താഴെ വീണു. പരിക്കേറ്റ അതിഥി തൊഴിലാളിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇനി വാണിജ്യം. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ഫ്യൂച്ചർ വെൽത്തിന്റെ 50ാമത് ശാഖ പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറയിൽ പ്രവർത്തനം ആരംഭിച്ചു. ചലച്ചിത്ര താരം കലാഭവൻ ഷാജോൺ ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡംഗം ജെറോ സജീവ് അധ്യക്ഷത വഹിച്ചു. ഭക്തശ്രീ ക്യാപ്റ്റൻ T രാധാകൃഷ്ണൻ നിലവിളക്ക് കൊളുത്തി. കമ്പനി CEO രാജേഷ് പാറശ്ശേരി, ഡയറക്ടർമാരായ സജിമോൾ, ചിന്നമ്മ വിൻസെന്റ്, കവിത, കാർത്തിക തുടങ്ങിയവർ പങ്കെടുത്തു. വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ കൂടുതൽ തുക ലഭ്യമാക്കുന്നതാണ് ഫ്യൂച്ചർ വെൽത്തിന്റെ പ്രധാന സവിശേഷതയെന്ന് അധികൃതർ അറിയിച്ചു. ഗോൾഡ് ലോൺ, മോർട്ട്ഗേജ് ലോൺ, ബിസിനസ് ലോൺ, ചെറുകിട കാർഷിക വായ്പാ പദ്ധതി, സ്വർണ്ണപ്പണയ വായ്പാ പദ്ധതി എന്നിവയാണ് ഇവിടെ നിന്ന് ലഭ്യമാകുന്ന പ്രധാന സേവനങ്ങൾ. പുതുവർഷത്തിൽ രാജ്യത്താകമാനം 25 പുതിയ ശാഖകൾ കൂടി ആരംഭിക്കാനാണ് പദ്ധതിയെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട്, പാലക്കാട്, ചെർപ്പുളശ്ശേരി, വടക്കഞ്ചേരി, ചിറ്റൂർ, കൊല്ലങ്കോട്, ആലത്തൂർ, കൊഴിഞ്ഞാമ്പാറ, പഴയന്നൂർ എന്നിവിടങ്ങളിലും തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലുമായി ഫ്യൂച്ചർ വെൽത്ത് ശാഖകൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്നുണ്ടെന്നും കേരളത്തിലെ എല്ലാ ജില്ലകളിലും ശാഖകൾ ആരംഭിച്ചതായും അധികൃതർ അറിയിച്ചു. കമ്പനി ഇപ്പോൾ 1000 കോടി ടേൺ ഓവറും 750-ലേറെ ജീവനക്കാരുമായി മുന്നേറുകയാണ്. 5 വർഷത്തിനകം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ശാഖകൾ വ്യാപിപ്പിക്കുകയാണ് പുതിയ ലക്ഷ്യം. ഫ്യൂച്ചർ വെൽത്ത് ഇന്റഗ്രേറ്റഡ് ഫൗണ്ടേഷൻ വഴിയാണ് ഗ്രൂപ്പിന്റെ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത്. അയ്യന്തോളിൽ ഹൌസിംഗ് ബോർഡിന് സമീപമുള്ള TMJ ആർക്കേഡിന്റെ 2ാം നിലയിലാണ് സ്ഥാപനത്തിന്റെ കോർപ്പറേറ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. പരിചയസമ്പന്നരായ ഡയറക്ടർമാരുടെയും ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുടെയും നേതൃത്വത്തിലുള്ള പ്രവർത്തനമാണ് സ്ഥാപനത്തിന്റെ ശക്തിയെന്നും സാമ്പത്തിക അച്ചടക്കവും ഉപഭോക്താക്കളോടുള്ള മാന്യമായ സമീപനവുമാണ് 8 വർഷത്തിനകം വൻ വികസനം സാധ്യമാക്കിയതെന്നും കമ്പനി അധികൃതർ വ്യക്തമാക്കി. ഇനി ഇന്നത്തെ സ്വർണ്ണനിരക്ക്. ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,595 രൂപ, പവന് 1,760,000 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.